ഹലോ, വെൽക്കം ടു ഫുഡ് അഡിക്സ് ബൈ നീതു. ഇന്ന് എൻ്റെ അച്ഛൻ്റെ 68ാം പിറന്നാളാണ്. ആക്ച്വലി ഡേറ്റ് ഓഫ് ബർത്ത് ആണ്, നാളല്ല. അപ്പോൾ നമ്മളൊന്ന് ആഘോഷിച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ലഞ്ചിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ, അച്ഛന് ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ ലഞ്ച് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ലഞ്ചിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. തന്നെയല്ല, ഈയിടെയായിട്ട് എനിക്കത് എഡിറ്റ് ചെയ്യാനും ലോഡ് ചെയ്യാനൊക്കെ ഭയങ്കര മടി, എന്താണെന്നറിയില്ല. പിന്നെ വീടിൻ്റെ പണി നടക്കുകയാണ്, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരുപാട് കാര്യമായിട്ട് ഓടി കിടക്കുകയാണ്. അപ്പോൾ ഡിന്നറിന് ഞങ്ങൾ ഒരുപാട് സ്ഥലം ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചു. എന്നിട്ട് അവസാനം ഷോർട്ട് ലിസ്റ്റ് ചെയ്തത് നമ്മുടെ പാരഗണാണ്. പുതിയൊരു പാരഗൺ, ഫോർട്ട് പാരഗൺ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫോർട്ട് കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മാത്രം പോകാൻ പറ്റിയില്ല. ഞാൻ പാരഗണിൻ്റെ ബാക്കി ഔട്ട്ലെറ്റൊക്കെ പോയി നോക്കിയിട്ടുണ്ട്. അവൻ അഡ്ലക്സിൽ വരെ ഞാൻ പോയിട്ടുണ്ട്. കിടലാണ്, അവിടുത്തെ ഫുഡൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ ഒന്നൊന്ന് ട്രൈ ചെയ്യാമെന്ന് ഓർത്തു. നിങ്ങൾ നേരത്തെ സീറ്റൊന്ന് ബുക്ക് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നല്ലതായിരിക്കും. എസ്പെഷ്യലി വീക്കെൻഡ്സിലൊക്കെ ഭയങ്കര റഷായിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ സീറ്റ് ബുക്ക് ചെയ്തിരുന്നു. നമ്മൾ ചെന്നിട്ടും കുറച്ച് റഷായിരുന്നു. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന സമയം അത്യാവശ്യം ഫുഡും ഓർഡറും കൂടെ കൊടുത്തു വെച്ചു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സീറ്റും കിട്ടിയപ്പോൾ തന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ റെഡി ആയിട്ട് വന്നു. അപ്പോൾ നമുക്ക് വന്നത് കൂടുതൽ നമ്മൾ വെജ് ഓപ്ഷനാണ് ചൂസ് ചെയ്തത്. അച്ഛനും അമ്മയൊക്കെ വെജ് ആയതുകൊണ്ട്. പിന്നെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നോൺ വെജ് വേറെ പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് അവർ വെജ് ഓപ്ഷൻസ് എല്ലാം കൊണ്ടുവന്നിരുന്നു. ഞങ്ങൾ അപ്പം പറഞ്ഞിരുന്നു. പിന്നെ ഒരു കിടിലൻ ഐറ്റം ഉണ്ടായിരുന്നു, കാന്താരി ബീഫ്. കിടിലൻ ബീഫ് റോസ്റ്റ് ആയിരുന്നു, കാന്താരി ബീഫ് റോസ്റ്റ്. പിന്നെ നമ്മളൊരു കാന്താരി ഗ്രിൽഡ് പനീർ പറഞ്ഞു. കിടിലൻ പനീറാണ്. പനീർ ഇഷ്ടമല്ലാത്ത ആളുകൾക്ക് വരെ ഞാനിത് ഉറപ്പായിട്ടും സജസ്റ്റ് ചെയ്യും. കിടിലൻ പനീറാണ്, നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്തി ആയിരുന്നു. ഇങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് വായിലിടുമ്പോൾ ഇങ്ങനെ മെൽറ്റായിട്ട് പോകുന്ന പോലെ ഫീൽ ചെയ്യും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സാധാരണയായിട്ട് എനിക്ക് പൊതുവേ കൂടുതൽ ഇഷ്ടം ചിക്കനാണ്. പക്ഷേ അച്ഛൻ വെജിറ്റേറിയൻ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ പനീർ ഓർഡർ ചെയ്തത്. പക്ഷേ പനീർ കിടിലനായിരുന്നു കേട്ടോ. പിന്നെ ഓർഡർ ചെയ്തൊരു നെയ്ച്ചോറായിരുന്നു. ആക്ച്വലി നൈറ്റിൽ അവരുടെ ബിരിയാണി തീർന്നു പോയി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നെയ്ച്ചോറ് ഓർഡർ ചെയ്തത്. പക്ഷേ കിടിലൻ നെയ്ച്ചോറായിരുന്നു. ഓവറായിട്ട് നെയ്യൊന്നും ഒഴിക്കാതെ നല്ല ഫ്ലേവേർഡ് ആയിട്ടുള്ള നല്ല റൈസ്, നല്ല നെയ്ച്ചോറായിരുന്നു. ഈ നെയ്ച്ചോറിൻ്റെ കൂടെ ഉണ്ടല്ലോ, ആദ്യം പറഞ്ഞ കാന്താരി ബീഫിൻ്റെ ഒരു കോംബോ ഇല്ലേ, കിടിലനായിരുന്നു. സ്റ്റാർട്ടിങ് തന്നെ പ്രാർത്ഥനയ്ക്ക് ഒരു ഫ്രഞ്ച് ഫ്രൈസ് പറഞ്ഞിരുന്നു. പിന്നെ അച്ഛനൊരു സ്വീറ്റ് കോൺ വെജ് സൂപ്പ് പറഞ്ഞിരുന്നു. ഇത് കൂടാതെ ഇവർക്ക് കഴിക്കാനായിട്ടൊരു മഷ്റൂം മസാല അതും പറഞ്ഞിരുന്നു. അതും കിടിലനായിരുന്നു, നല്ല സ്പൈസി ആയിട്ട് കിടിലനായിരുന്നു. പിന്നെ അപ്പം, നാൻ, ലച്ച പൊറോട്ട, പത്തിരി, അങ്ങനെ കുറേ ഐറ്റംസ് പറഞ്ഞു. പിന്നെ എൻ്റെ മോളെ പറ്റിക്കാനായിട്ട് ഒരു മിനി സീ ഫുഡ് പ്ലാറ്റർ, ടേസ്റ്റിംഗ് പ്ലാറ്റർ എന്നാണ് പറയണത്, അത് പറഞ്ഞു. നമ്മുടെ എൻറ്റയറിൽ ഡിഫറെൻ്റ് ആണ്. നമ്മുടെ ലുലുവിലെ പാരഗണിൽ കിട്ടുന്നതിനേക്കാളും എൻറ്റയറിൽ ഡിഫറെൻ്റ് ആയിരുന്നു ഇവിടുത്തെ പ്ലാറ്റർ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു പുട്ട് പറഞ്ഞു. എനിക്ക് 30 റുപ്പീസാണ് ഈ പുട്ട്, നല്ല വാഴയിലയിൽ പൊതിഞ്ഞു കൊണ്ടുവന്നു. അതും നല്ല രസമുണ്ടായിരുന്നു. അതിനും ആ ഫിഷ് പ്ലാറ്ററിൽ ഒരു കാന്താരി ഫിഷ് ഉണ്ടായിരുന്നു, ഒരു ഫിഷ് തവ ഫ്രൈ ഉണ്ടായിരുന്നു, സ്ക്വിഡിൻ്റെ ഒരു ഐറ്റം ഉണ്ടായിരുന്നു, പിന്നെ ഒരു പ്രോൺസ് ഐറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഗ്രേവി കൂട്ടിയ പുട്ട് കഴിക്കാൻ കിട്ടില്ലായിരുന്നു. പക്ഷേ പുട്ടും ബീഫുമാണ് ഒരു രക്ഷയില്ലാത്ത കോമ്പിനേഷൻ. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ആ കാന്താരി ബീഫ് റോസ്റ്റാണ്. കിടിലൻ ടേസ്റ്റ്. അത് എല്ലാത്തിൻ്റെ ഒപ്പം പോകുന്നുണ്ടായിരുന്നു. ഈവൻ റൊട്ടിയുടെ കൂടെയാണെങ്കിലും അപ്പത്തിൻ്റെ കൂടെയാണെങ്കിലും പുട്ടിൻ്റെ കൂടെയാണെങ്കിലും നെയ്ച്ചോറിൻ്റെ കൂടെയാണെങ്കിലും എല്ലാത്തിൻ്റെയും കൂടെ ബീഫായിരുന്നു ഏറ്റവും മുന്നിട്ട് നിന്നിരുന്നത്. പിന്നെ അവരുടെ പ്ലാറ്റർ അടിപൊളിയായിരുന്നു. പ്ലാറ്റർ എനിക്ക് തോന്നുന്നു ആ ടേസ്റ്റിംഗ് പ്ലാറ്റർ, മിനി സീ ഫുഡ് ടേസ്റ്റിംഗ് പ്ലാറ്ററിന് വരുന്നത് 750 ആ റേഞ്ചാണ്. പിന്നെ ഒരു ഗ്രീൻ ആപ്പിൾ മൊയ്റ്റോ പറഞ്ഞിരുന്നു. പക്ഷേ എൻ്റെ ഒരു മിസ്റ്റേക്ക്, ഞാൻ അവരോട് ഷുഗർ കുറയ്ക്കാൻ പറയാൻ മറന്നുപോയി. അപ്പോൾ അത്യാവശ്യം ഷുഗർ ഉണ്ടായിരുന്നു. പക്ഷേ അവരെൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ, പറഞ്ഞിരുന്നെങ്കിൽ അവരത് നമുക്ക് മാറ്റി തന്നേനെന്ന്. നമ്മൾ പറഞ്ഞില്ല. അച്ഛനും അമ്മയ്ക്കും ഷുഗർ നല്ല ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ അവർക്ക് കൊടുത്തു, അവരാണത് കുടിച്ചത്. അപ്പോൾ എൻ്റെ ഈ പ്ലേറ്റ്സ് കാണുമ്പോഴേ നിങ്ങൾക്കറിയാം ഇവിടുത്തെ ഫുഡിൻ്റെ ക്വാളിറ്റിയും ആ ടേസ്റ്റും ഒക്കെ അത്ര അധികം അടിപൊളി ഫുഡായിരുന്നു. ഇത്രയധികം ഫുഡ് ഞങ്ങൾ കഴിച്ചു തീർത്തു. എനിക്കൊന്നും ആകെ ഒരു ലച്ച പൊറോട്ട മാത്രമേ ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റാണ്ടാവില്ല, ഞങ്ങൾക്ക് ഒട്ടും സ്ഥലമില്ലായിരുന്നു. അപ്പോൾ അത് മാത്രം ഞങ്ങൾ പാഴ്സൽ ചെയ്ത് കൊടുത്തു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ ഒരു സർപ്രൈസ് ആയിട്ട് അച്ഛനൊരു കേക്ക് കട്ടിങ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കേക്ക് നമ്മൾ പുറത്തുനിന്ന് ഞാൻ നേരത്തെ വിളിച്ച് ചോദിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അവർ കേക്ക് അവിടെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് നേരത്തെ അറേഞ്ച് ചെയ്തിരുന്നു. നമ്മളത് നേരത്തെ അച്ഛൻ അറിയാതെ തന്നെ അവിടെ അവരുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഒരു ടേബിളൊക്കെ ക്ലിയർ ചെയ്തിട്ട് കേക്കൊക്കെ ക്യാൻഡിലൊക്കെ കത്തിച്ച് അവർ കൊണ്ടുതന്ന് സെർവ് ചെയ്തു. എന്നിട്ട് അവർ മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്തു തന്നു. ഭയങ്കര അടിപൊളി ആംബിയൻസ് ആയിരുന്നു, നല്ല രസമായിരുന്നു ആ മ്യൂസിക്കിൽ. അച്ഛന് ശരിക്കും സർപ്രൈസ് ആയി. അച്ഛൻ അറിഞ്ഞില്ല കേക്ക് ഞങ്ങൾ വാങ്ങി വെച്ച്. ഞങ്ങൾ ഓൺ ദ വേ വരുന്ന വഴിക്ക് കേക്ക് ഹട്ടിൽ നിന്നാണ് കേക്ക് വാങ്ങിയത്. ഈ കേക്കിൽ ഞങ്ങളൊരു പണി ഒപ്പിച്ചു. നിങ്ങൾ കേക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഹാപ്പി ബർത്ത്ഡേ മൂവി എന്നാണ് എഴുതിയേക്കുന്നത്. കാരണം എൻ്റെ മോള് എൻ്റെ അച്ഛനെ മൂവി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും മൂവി എന്ന് അങ്ങനെ അച്ഛനെ വിളിച്ച് ശീലിച്ചു. അതുപോലെ അച്ഛൻ്റെ ഏജ് ഇതിൽ 0 ആണ് കൊടുത്തത്. 68 ആണ് അച്ഛൻ്റെ ഏജ്. ബട്ട് നമ്മൾ 0 കൊടുത്തു. കാരണം പണ്ടുള്ളവർ പറയില്ലേ 6ഉം 60ഉം ഒരുപോലെ എന്നതുപോലെ എൻ്റെ അച്ഛന് 68 വയസ്സായെങ്കിലും ഇപ്പം എൻ്റെ മോളെ പോലെയാണ്, കുഞ്ഞു അവളുടെ മനസ്സാണ്. അപ്പോൾ നമ്മളൊരു സ്റ്റാർട്ടിങ്, ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ, ഒരു സ്റ്റാർട്ടിങ് വീണ്ടും അച്ഛൻ 1 സ്റ്റാർട്ട് ചെയ്യുവാണ്. അച്ഛൻ്റെ ആ ഒരു
യൗവനം വീണ്ടും വന്നൊരു അങ്ങനത്തെ ഒരു ഫീൽ. ഞങ്ങൾ 0 എന്നാണ് എഴുതി വെച്ചത്. അപ്പോൾ ഇനിയുള്ള ഓരോ വയസ്സും അച്ഛന് കൂടി അച്ഛന് വീണ്ടും വരാമെന്നുള്ള രീതിയിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു നമ്മൾ. ശരിക്കും ഒരു ഡേ നമ്മൾ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ അവിടെ തിരക്കെല്ലാം മാറിയിട്ട് നമ്മൾ മാത്രമായിട്ടോ അത്രയും നേരം എടുത്ത് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് നന്നായിട്ട് സെലിബ്രേറ്റ്. നല്ല സ്റ്റാഫും നല്ല എന്താ പറയുക റെസ്റ്റോറൻറ്റ് ആംബിയൻസ് ഒക്കെ ആണെങ്കിലും ഔട്ട്ഡോറും ഇൻഡോറും സ്പേസിന്. ഈ റെസ്റ്റോറൻറ്റിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. റെസ്റ്റോറൻറ്റ് എന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ട് എല്ലാവരും വരണം. ഫ്രണ്ട്സായിട്ടാണെങ്കിലും ഫാമിലി ആയിട്ടൊക്കെ ചിൽ ഔട്ട് ചെയ്യാൻ പറ്റിയ അടിപൊളിയാണ്. ഔട്ട്ഡോർ സ്പേസും ഉണ്ട്, ഇൻഡോർ സ്പേസും ഉണ്ട്. ദെൻ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളൊരു ഡ്രൈവൊക്കെ പോയിട്ട് നമ്മുടെ തോപ്പുംപടിയിലുള്ള ഒരു ഫലൂഡ നേഷനിൽ പാറക്കുട്ടന് ഫലൂഡ നേഷൻ ഒന്ന് കഴിച്ചിട്ട് കുറേ നാളായി. കേസർ പിസ്ത ഫലൂഡയാണ് അവളുടെ സ്പെഷ്യൽ, അവളുടെ ഫേവറേറ്റ്. അപ്പോൾ അത് കഴിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ ഫലൂഡ നേഷനിൽ കയറി. ഓൺ ദ വേ തന്നെയായിരുന്നു ഈ തോപ്പുംപടിയിലായിരുന്നു ഈ ഫലൂഡ നേഷൻ. അത്യാവശ്യം വലിയൊരു ഔട്ട്ലെറ്റാണ്. അപ്പോൾ അവിടെ കയറിയിട്ട് നമ്മൾ ഫലൂഡ എന്തൊക്കെയാണ് ഉള്ളതെന്നൊന്ന് ട്രൈ ചെയ്യാമെന്ന് ഓർത്തു. ദെൻ നോക്കിയപ്പോൾ ഒരടിപൊളി മെനു ആണ്. ആ മെനു കണ്ടാൽ തന്നെ നമുക്ക് കുറേ ഓർഡർ ചെയ്യുന്നു. പക്ഷെ നമ്മുടെ വയറ്റിലൊരു തരി സ്ഥലമില്ലായിരുന്നു. അവൾക്ക് കയറണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കയറിയതാണ്. ഒരു പേജ് തുറന്നപ്പോൾ ഉണ്ടല്ലോ അവർ എങ്ങനെ തരുന്നു അതിൻ്റെയൊക്കെ ഫോട്ടോസാണ് അതിൽ. നമ്മൾ ആ ഫോട്ടോ കണ്ട് അറിയാതെ ഓർഡർ ചെയ്ത് പോവും. അപ്പോൾ അവൾക്ക് ഒരു കേസർ പിസ്ത ഫലൂഡ ഓർഡർ ചെയ്ത നേരം കൊണ്ട് ഞങ്ങളും ആ ഫോട്ടോ കണ്ട് ഒരു ഫ്രൂട്ട് പഞ്ച് ഫലൂഡയും കൂടെ പറഞ്ഞു. കേസർ പിസ്ത ഫലൂഡ അത്യാവശ്യം മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ആർക്കും മധുരം അത്ര താല്പര്യമില്ല. ഈവൻ പാറക്കുട്ടി മധുരം അധികം കഴിക്കില്ല. പക്ഷേ അവൾ മുഴുവൻ കഴിച്ചു കേട്ടോ. അന്ന് അവൾക്കത് ഇഷ്ടമുള്ളൊരു ഫലൂഡ ആയതുകൊണ്ട്. ഫ്രൂട്ട് പഞ്ച് ഫലൂഡയ്ക്ക് അധികം മധുരമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മളൊരു ഫ്രഷ് ലൈം വിത്തൗട്ട് ഷുഗർ വിത്തൗട്ട് സോൾട്ട് അത് ഓർഡർ ചെയ്ത് മധുരമൊക്കെ ഒന്ന് കോമ്പൻസേറ്റ് ചെയ്തു. ഇതിനിടയ്ക്ക് ഒരു രസമുള്ള സംഭവം ഉണ്ടായിട്ടോ. ഞാൻ പാരഗണിൽ ഇറങ്ങിയപ്പോൾ അവരോട് താങ്ക്സ് ഒക്കെ പറഞ്ഞ് ബില്ല് പേ ചെയ്യാൻ മറന്നുപോയി. ഞാൻ വിചാരിച്ചു ബ്രദർ പേ ചെയ്തു. അവനവിടെ കൗണ്ടറിൽ നിൽക്കണ കണ്ടു. പിന്നെ അവർ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം ബില്ല് പേ ചെയ്യുകയാണ് ചെയ്തത്. അവർ വിചാരിച്ചിട്ടുണ്ടാവും വ്ളോഗർ എന്ന് പറഞ്ഞ് പൈസ കൊടുക്കാതെ പോകാമെന്ന്. പക്ഷേ അങ്ങനെയല്ല, നമ്മളെല്ലാവരുടെയും പൈസ കൊടുത്തിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. റേറ്റ് ഒക്കെ ആണെങ്കിൽ ഈ ബില്ലിൽ നോക്കിയാൽ മതി. അപ്പോൾ എല്ലാവരും ഞാൻ എന്തായാലും സജസ്റ്റ് ചെയ്യും. അടിപൊളി നല്ല ആംബിയൻസ് ഉണ്ട്. ബാക്കിയുള്ള പാരഗണിനേക്കാളും പൊടിച്ചും കൂടെ പ്രീമിയമാണ്. റേറ്റ് വൈസ് ആണെങ്കിലും അതിൻ്റെ ഒരു ആംബിയൻസ് വൈസ് ആണെങ്കിലും കിടിലനാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. ബൈ.